EY കമ്പനിയിൽ അന്ന സെബാസ്റ്റ്യൻ കടുത്ത ജോലി സമ്മർദ്ദം അനുഭവിച്ചിരുന്നെന്ന് സുഹൃത്ത് ആൻ മേരി. 16 മുതൽ 18 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്ന അന്ന 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിരുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചപ്പോഴും ജോലി സമ്മർദ്ദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊരാൾക്കും ഇത്തരം അനുഭവം ഇനി ഉണ്ടാകരുതെന്നും കമ്പനിക്കെതിരെ നടപടി വേണമെന്നും ആൻ മേരി ആവശ്യപ്പെട്ടു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് പിന്നാലെ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. കുറേ പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷേ ചെന്ന ഉടനെ തന്നെ അവൾക്ക് ഹെക്ടിക് വർക്ക് തന്നെ തുടങ്ങിക്കൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഈ ലാസ്റ്റ് 2 മാസം എല്ലാ ദിവസവും 16 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് നിർത്തിയിട്ട് പോരണം, മടുത്തു എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. അടുത്ത ആഴ്ച ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു, നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് 2 ആഴ്ചത്തേക്ക് എന്തായാലും വീട്ടിൽ അങ്കിൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം എന്തെങ്കിലും പറഞ്ഞ് വരാനിരിക്കുമായിരുന്നു. ഓഗസ്റ്റ് 1 എന്തായാലും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും പഠിച്ച് ഒരു വലിയ നിലയെത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി ലൈഫ് കുറച്ച് നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് ബെറ്ററാണ്. പക്ഷേ അങ്ങനെയല്ല. അവിടെ പോയി അവർ ടോർച്ചർ ചെയ്യുക, എസ്പെഷ്യലി ഫ്രഷറായിട്ട് ചെല്ലുന്ന ആൾക്കാരെ മാക്സിമം ആയിട്ട് പണിയെടുപ്പിക്കുക, അവർ ജീവിതം മടുപ്പിക്കുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. കോർപ്പറേറ്റ് ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ജീവിതം മടുപ്പിക്കുന്ന രീതിയിൽ ആരെയും കൊണ്ട് പണിയെടുപ്പിക്കരുത്. ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുടെ എതിരെ ഒബ്വിയസ്ലി പണിഷ്മെൻറ്റ് ഉണ്ടാവണം.